ഒസാക്കയിലെ ആർട്ട് ഹോട്ടൽ ഒസാക്ക ബേ ടവർ എന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഞാൻ. 52 നിലകളുള്ള ഹോട്ടലാണ്. അതിൻ്റെ 35ാമത്തെ നിലയിലെ എൻ്റെ മുറിയുടെ ജാലകത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എലിവേറ്റഡ് ഹൈവേകളാണ് താഴെ പോകുന്നത്. നഗരത്തിനകത്തുകൂടി ഇങ്ങനെ നിരവധി എലിവേറ്റഡ് ഹൈവേകളുണ്ട്. നഗരത്തിനകത്ത് യാത്ര ചെയ്യേണ്ടവർ താഴെ കൂടിയുള്ള പാതയിലൂടെ സഞ്ചരിക്കും. നഗരത്തിന് പുറത്തേക്ക് പോകേണ്ടവരും ദീർഘദൂര യാത്രക്കാരുമൊക്കെ എലിവേറ്റഡ് ഹൈവേകളിലൂടെ പോകും. നിരന്നു നിൽക്കുന്ന വമ്പൻ കെട്ടിടങ്ങൾ. ക്യോസറ ഡൂം എന്ന വമ്പൻ സ്റ്റേഡിയമാണ് അക്കാണുന്നത്. 55,000 പേർക്കിരുന്ന് കളി കാണാവുന്ന സ്റ്റേഡിയം. 1997 തുറന്ന ബേസ്ബോൾ സ്റ്റേഡിയമാണത്. മെട്രോ സ്റ്റേഷനുകളും മെട്രോ റെയിലും ഓവർബ്രിഡ്ജ് റെയിലും എല്ലാമുണ്ട് കാഴ്ചയിൽ. ഞങ്ങൾ രാവിലെ 8:30 തന്നെ റെഡിയായി ലോബിയിലേക്കെത്തി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു ടൂർ കമ്പനികളുടെ ഗൈഡുമാർ ആളുകളെ അന്വേഷിച്ചു നടക്കുന്നു. ഞങ്ങളുടെ ബസ് കൃത്യം 8:30 പുറപ്പെടും. പല കമ്പനികളുടെ സംഘങ്ങൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. മിസൂഗി എന്ന നമ്മുടെ കമ്പനിയുടെ ബസ്സാണിത്. സുഹൃത്തുക്കളെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തി ബസ്സിൽ കയറി. ക്യോട്ടോ എന്ന ജപ്പാന്റെ പഴയ തലസ്ഥാന നഗരത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന്. ബസ് ആദ്യം പോകുന്നത് റോഡിന്റെ താഴത്തെ നിലയിൽ കൂടിയാണ്. മെട്രോ ട്രെയിൻ ഒരു സൈഡിൽ കൂടി പോകുന്നു. എലിവേറ്റഡ് ഹൈവേ മറ്റൊരു ട്രാക്കിൽ മുകളിലൂടെയും പോകുന്നു. ഗതാഗത സംവിധാനങ്ങൾ പല പല ലെവലുകളിലായി കഴിഞ്ഞു. ഞങ്ങളുടെ ബസ് അങ്ങനെ ഓടി എലിവേറ്റഡ് ഹൈവേയിലേക്ക് കയറി. നഗരത്തിന് പുറത്തേക്ക് പോകേണ്ട വാഹനങ്ങളെല്ലാം ഈ എലിവേറ്റഡ് ഹൈവേയിലേക്ക് കയറും. കൊച്ചിയിൽ മെട്രോ വന്നപ്പോൾ റോഡിന് നടുവിലൂടെയായിരുന്നല്ലോ. ഇനി മെട്രോയ്ക്ക് മുകളിൽ കൂടി റോഡ് വരും. അങ്ങനെയൊക്കെ ഗതാഗത സംവിധാനങ്ങൾ മാറും. ഇതുപോലുള്ള നഗരങ്ങളിൽ പല ലെവലുകളിലായിട്ടാണ് എലിവേറ്റഡ് ഹൈവേ പോവുക. നമ്മുടെ നാട്ടിലും ഭാവിയിൽ ഇങ്ങനെയാകും. അല്ലാതെ നഗരത്തിലെ എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു കളഞ്ഞിട്ട് ഇനി നമുക്ക് ഹൈവേ പണിയാൻ പറ്റില്ല. വലിയ കോർപ്പറേറ്റ് ആസ്ഥാനങ്ങൾ, അവയ്ക്ക് മുൻപിലുള്ള വലിയ ഉദ്യാനങ്ങൾ, കളിക്കളങ്ങൾ, പൊതുപരിപാടികൾ നടക്കുന്ന ചത്വരങ്ങൾ എന്നിവയെല്ലാമുണ്ട് കാഴ്ചയിൽ. പിന്നെ ചില വലിയ പാർക്കുകൾ, ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച നഗരത്തിന്റെ ശ്വാസകോശമെന്ന് പറയാവുന്ന വലിയ ഗ്രീൻ ബെൽറ്റുകൾ. ഇതൊക്കെ ആധുനിക നഗരാസൂത്രണത്തിന്റെ ഭാഗമാണ്. താഴെ കൂടി ഹൈവേകൾ പോകുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ, ഇടയ്ക്ക് കടലിൽ നിന്ന് നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന കനാലുകൾ. ഇപ്പോൾ നഗരത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തുകയാണ്. നഗരത്തിന്റെ അരികുകളിലേക്ക്. അവിടേക്ക് എത്തുമ്പോഴേക്കും ധാരാളം വ്യവസായശാലകൾ കാണാം. ചെറുകിട വ്യവസായങ്ങൾ, സ്പെയർ പാർട്സുകളും ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുടെ വലിയ നിര. യാത്രയിൽ ഇടയ്ക്ക് ഇങ്ങനെ ടോൾ ഗേറ്റുകളുണ്ട്. വാഹനമങ്ങ് ഓടിച്ചെന്നാൽ മതി. ക്രോസ് ബാർ തനിയെ പൊങ്ങും. പൊങ്ങാതെ അതിൽ ചെന്ന് ഇടിക്കുമെന്ന പേടിയൊന്നും വേണ്ട. ഒസാക്ക നഗരം പിന്നിലായിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിലെ ജനവാസ ഇടങ്ങൾ, പിന്നെ ചെറിയ വ്യവസായശാലകൾ, ഗോഡൌണുകൾ, ഇതൊക്കെയാണ് നഗരപ്രാന്തത്തിലെ കാഴ്ചകൾ. നഗരഹൃദയത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വലിയ ഹോട്ടലുകളുമൊക്കെയുള്ളൂ. കാരണം അവിടെ പ്രോപ്പർട്ടിക്ക് വലിയ വിലയാണ്. ഇവിടെ വ്യവസായശാലകൾ, അവരുടെ ഗോഡൌണുകൾ തുടങ്ങിയവയെല്ലാം കാണാം. അത്തരം സ്ഥലങ്ങളിലേക്കെത്തുമ്പോൾ ഹൈവേയുടെ രണ്ടു വശത്തും സൗണ്ട് ബാരിയറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയും സൈഡിലുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ശബ്ദശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണിത്. മഷ്റൂം ഷേപ്ഡ് നോയിസ് ബാരിയേഴ്സ് എന്നാണ് ഇതിനു പറയുക. ശബ്ദം ആഗിരണം ചെയ്യാനും തടയാനും കെൽപ്പുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് അതിന്റെ നിർമ്മാണം. 6 വരി പാതയാണ്. നഗരം പിന്നിടുവോളം ഇങ്ങനെ എലിവേറ്റഡ് ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നഗരം ഏറെ പിന്നിലായെങ്കിലും നമ്മളിപ്പോഴും ഉയരത്തിലൂടെയാണ് യാത്ര. ഇടയ്ക്കെല്ലാം ജനവാസ ഇടങ്ങൾ വരുന്നിടത്ത് ഇതുപോലെ രണ്ടു വശത്തും സൗണ്ട് ബാരിയർ കാണാം. കുറഞ്ഞ വീതിയിൽ ഒരു 6 വരി പാത. വീണ്ടും ഒരു ടോൾ ഗേറ്റ്. ബസ് ടോൾ ഗേറ്റിലൂടെ അങ്ങ് കടന്നു പോകുന്നതേയുള്ളൂ. അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പഴഞ്ചൻ ടെക്നോളജിയാണ്. ഇപ്പോൾ ഹൈ സ്പീഡിൽ കടന്നു പോകാം. ഇവിടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഫ്ലൈ ഓവറുകളാണ്. വണ്ടി ഹൈവേയിൽ കയറിയാൽ ഒരിടത്തും നിൽക്കാൻ പാടില്ല.
ജംഗ്ഷനുകളിൽ സിഗ്നൽ കാത്തു കിടക്കുകയും വേണ്ട. പല വഴിക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ ഫ്ലൈ ഓവറുകളിലൂടെ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു. പല ഹൈവേകളുടെ ജംഗ്ഷനാണിത്. ഒരാളും വണ്ടി നിർത്തേണ്ടി വരുന്നില്ല ഈ ജംഗ്ഷനിൽ. ജപ്പാനൊക്കെ ഇങ്ങനെയാണെങ്കിൽ നാളെ നമ്മളും ഇങ്ങനെയൊക്കെയാവും. ആയേ പറ്റൂ. നഗരം പിന്നിട്ടതോടെ കൃഷിയിടങ്ങളായി, അതിവിശാലമായ കൃഷിയിടങ്ങൾ. എന്നാൽ അതിന്റെ ഓരങ്ങളിൽ വ്യവസായശാലകളും വാണിജ്യ സ്ഥാപനങ്ങളും പവർ ജനറേഷൻ ഫെസിലിറ്റികളും സോളാർ പാനൽ ഫീൽഡുകളുമൊക്കെ കാണാം. കൃഷിയിടങ്ങളുടെ ഒരു സോണായി മാത്രം ഒരിടവും മാറ്റിയിടുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജപ്പാനിൽ പറ്റുവോളം സ്ഥലങ്ങളിൽ കൃഷി നടക്കുന്നു. മറ്റു സ്ഥലങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ഗോഡൌണുകൾ, വ്യവസായശാലകൾ, സ്റ്റോറേജ് ഫെസിലിറ്റികൾ എന്നിവയ്ക്കായി മാറ്റുന്നു. വാണിജ്യത്തിലൂടെ നാട് വികസിക്കൂ. കൃഷി ആൾക്കാരെ തീറ്റിപ്പോറ്റാനുള്ളതാണ്. അതിൽ നിന്ന് നാടിന് വലിയ വരുമാനമുണ്ടാകണമെന്നില്ല. വാണിജ്യത്തിലും വ്യവസായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് വലിയ വരുമാനമുണ്ടാകുന്നത്. കേരളവും ശ്രദ്ധിക്കേണ്ടത് അതുതന്നെയാണ്. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ ഒന്നുകിൽ ഗൾഫിൽ നിന്നുള്ള പണം വരണം, അല്ലെങ്കിൽ നാട്ടിൽ വ്യവസായം വരണം. വ്യവസായം വരണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ട്. വ്യവസായിക്ക് ആത്മവിശ്വാസമുണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നദികളെ കടന്നു പോകുന്നുണ്ട്. നദീതീരങ്ങളൊക്കെ പുല്ലുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടിരിക്കുന്നു. അതിസുന്ദരമാണ് തീരങ്ങൾ. അങ്ങനെ കുറേ ദൂരം ഓടി ബസ് ക്യോട്ടോ നഗരത്തോടടുത്തു. ഇവിടെ നിന്നിനി ഞങ്ങൾ നഗരത്തിലേക്ക് കയറാൻ പോവുകയാണ്. ടോൾ ഗേറ്റ് സംവിധാനം 10-20 നിരയൊന്നുമില്ല. അതിവേഗത്തിൽ കടന്നു പോകാവുന്നതുകൊണ്ടാണത്. ചെറിപ്പൂക്കളുടെ കാഴ്ചയിലൂടെ ബസ് ഒരു നദിയുടെ തീരത്തേക്കെത്തുന്നു. കാമോ നദിയാണിത്. അതിനു കുറുകെയുള്ള പാലത്തിലൂടെ നീങ്ങി. കാമോ നദിയുടെ തീരത്താണ് ക്യോട്ടോ നഗരം. ഇവിടെ ഞങ്ങൾ ആദ്യം പോകുന്നത് കിയോമിസുദേര ടെമ്പിളിലേക്കാണ്. പ്രശസ്തമായ ഒരു ക്ഷേത്രമാണത്. അതിഗംഭീരമായ ഒരു ക്ഷേത്രം. ക്യോട്ടോയുടെ ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബസ് ക്യോട്ടോ നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. ജാപ്പനീസ് സാമ്രാജ്യത്തിന്റെ പഴയ തലസ്ഥാന നഗരമായിരുന്നു ഇത്. 1868 തലസ്ഥാനം ടോക്കിയോയിലേക്ക് മാറിയത്. അതുവരെ ജപ്പാനിലെ ഏറ്റവും പ്രമുഖ നഗരവും ഇതായിരുന്നു. നഗരത്തിലൂടെ പോകുമ്പോൾ മരം കൊണ്ടുള്ള വീടുകളൊക്കെ കാണാം. ആധുനികവൽക്കരിച്ചപ്പോഴും ആ പഴയ ശൈലി ഇവർ പിന്തുടരുന്നുണ്ട്. ഇടുങ്ങിയ തെരുവുകളാണ് നഗരത്തിനകത്ത്. 2 നിലയുള്ള വീടുകൾ. ബസ് ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനി കിയോമിസുദേര ക്ഷേത്രം കാണാൻ പോവുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പാതയിലേക്ക് കയറുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരിക്കുന്നു. ഇത് കാണുമ്പോഴാണ് ജപ്പാനിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം നമുക്ക് മനസ്സിലാവുക. നാനാ രാജ്യക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് യൂറോപ്യന്മാർ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയോരങ്ങൾ, റെസ്റ്റോറന്റുകൾ, അതെല്ലാം തീമാറ്റിക്കായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പഴയ ജാപ്പനീസ് ശൈലിയിലുള്ള കെട്ടിടങ്ങളിലാണ് റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നത്. ചെറി ബ്ലോസം എല്ലായിടത്തുമുണ്ട്. ഒരു ഹെറിറ്റേജ് പ്രദേശമാണിവിടം. ആ ഹെറിറ്റേജ് പ്രദേശമായി തന്നെയാണ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതും. കിമോണ ധരിച്ച സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇവർ ജപ്പാൻകാർ തന്നെയാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന ഇന്നാട്ടുകാർ പൊതുവെ കിമോണ പോലുള്ള ട്രഡീഷണൽ വസ്ത്രം ധരിച്ചാണ് എത്തുക. ജപ്പാൻകാർ ക്ഷേത്ര സന്ദർശനത്തിന് പോകുമ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ട്രഡീഷണൽ വസ്ത്രം ധരിച്ചിരിക്കും. അല്ലാതെ പോകുന്നതൊക്കെ അന്യനാട്ടുകാരാണ്. പല പല റെസ്റ്റോറന്റുകളും സുവനീർ കടകളും. റെസ്റ്റോറന്റുകളിൽ തനത് ജാപ്പനീസ് വിഭവങ്ങൾ കിട്ടും. ധാരാളം തനത് വിഭവങ്ങളുള്ള നാടാണ് ജപ്പാൻ. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പടിപ്പുരയിലേക്കെത്തി. കിയോമിസുദേര ക്ഷേത്രത്തിന്റെ പടിപ്പുരയാണത്. വനമാണ് പുറകിൽ ആ കാണുന്ന മല മുഴുവൻ. ആ വനത്തിന്റെ ഓരം വരെ ക്ഷേത്ര കോംപ്ലക്സ് ആണ്. മനോഹരമായ കൽപ്പടവുകൾ കയറി നേരെ ചെല്ലുന്നത് കിയോമിസുദേര ക്ഷേത്രത്തിലേക്കാണ്. 1300 വർഷം മുൻപ് സ്ഥാപിതമായ ക്ഷേത്രമാണ് ഇവിടുത്തേത്. ജപ്പാനിലെ തന്നെ പ്രമുഖമായ ഒരു ബുദ്ധക്ഷേത്രം. കിമോണ ധരിച്ച ജാപ്പനീസ് സുന്ദരികൾ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നു.
നാര എന്ന സാംസ്കാരിക നഗരം ജപ്പാന്റെ തലസ്ഥാനമായിരുന്ന കാലത്താണ് കിയോമിസു-ദേര ക്ഷേത്രം പണിയുന്നത്. AD 778 കാലത്തായിരുന്നു അത്. നാരായിലെ പുരോഹിതനായ എൻചിൻ ഷോണിന് ഒരു സ്വപ്നദർശനമുണ്ടായെന്നും അതനുസരിച്ച് അദ്ദേഹം ഈ മലഞ്ചെരുവിൽ ക്ഷേത്രത്തിനുള്ള സ്ഥാനം നിശ്ചയിക്കുകയായിരുന്നു എന്നുമാണ് കഥ. അന്നത്തെ രാജകുടുംബമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. ഒട്ടോവ എന്ന മലനിരയുടെ താഴ്വാരത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മലയിൽ ഒട്ടോവ എന്ന് തന്നെ പേരുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിലെ തെളിഞ്ഞ വെള്ളം എന്ന അർത്ഥത്തിലാണ് ക്ഷേത്രത്തിന് കിയോമിസു-ദേര എന്ന പേര് കിട്ടിയത്. ഏത് പ്രായത്തിലുള്ളവർക്കും നടന്നു കയറാവുന്ന പടവുകളാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറിച്ചെടികൾ കൂടിയാവുമ്പോൾ അതിസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലേക്കെത്തുന്നു. കയറി ചെല്ലുമ്പോൾ ഉയർന്ന ചില പഗോഡകളൊക്കെ കാണാം. സഞ്ജുനോത്തോ പഗോഡ എന്നാണ് ഇതിനു പേര്. പഗോഡയ്ക്ക് പിന്നിലായി കാണുന്നത് ഇവിടുത്തെ ഒരു ഹാളാണ്, ക്യോഡോ ഹാൾ. അത്തരത്തിലുള്ള പല ഹാളുകളുണ്ട് ഇവിടെ. അതിനിപ്പുറം ഈ കാണുന്നത് സുയിഗുഡോ എന്ന ക്ഷേത്രമാണ്. സുയിഗുഡോ ക്ഷേത്രത്തിനു മുന്നിൽ വളരെ ആചാരപരമായി ഇങ്ങനെ ചിലത് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു മണിയുണ്ടിവിടെ. ആ മണിയടിച്ചാണ് ആളുകൾ പ്രാർത്ഥിക്കുക. പല വിഗ്രഹങ്ങളുമുണ്ട് അകത്ത്. ബുദ്ധവിഗ്രഹങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. ക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം മനോഹരമാണ്. പൗരാണികതയും പ്രകൃതിയുടെ ഭംഗിയും കളർ സ്കീമും വൃത്തിയും മനോഹാരിതയുമെല്ലാം കൂടി നമ്മളെ കൊതിപ്പിക്കും. സഞ്ജിനോട്ടോ പഗോഡയുടെ ചൂട്ടിൽ കൂടിയാണ് എന്റെ നടത്തം. 31 മീറ്റർ ഉയരമുള്ള പഗോഡയാണ്. AD 847 തക്കാവോക്ക എന്ന രാജകുമാരന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പഗോഡ നിർമ്മിച്ചത്. സഞ്ജുനോത്തോ എന്നാൽ 3 നിലയുള്ളത് എന്നാണ് അർത്ഥം. അതിന്റെ തൊട്ടപ്പുറം ക്യോഡോ ഹാൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ക്യോഡോ ഹാളിന്റെ മുന്നിൽ കൂടി വീണ്ടും മുന്നോട്ട് നടക്കാം. അങ്ങ് അറ്റത്ത് കാണുന്ന മലഞ്ചെരുവ് വരെ പോകണം. ക്യോഡോ ഹാൾ കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ ഇടതുവശത്ത് അതുപോലെ തന്നെ പല ഹാളുകളുണ്ട്. അതെല്ലാം ഓരോ ദേവതകൾക്ക് വേണ്ടിയുള്ളതാണ്. 8-9 നൂറ്റാണ്ടുകളിലൊക്കെ ജപ്പാന്റെ ഭരണത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള മൊണാസ്ട്രി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് പ്രധാന ഹാൾ. അങ്ങോട്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ പ്രധാന ഹാളിനകത്തേക്ക് കയറി. മെയിൻ ഹാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. കിയോമിസു-ദേര ക്ഷേത്ര കോംപ്ലക്സിലെ ഏറ്റവും പ്രധാന ഹാൾ ഇതാണ്. തടിയുടെ നാച്ചുറൽ കളറിലാണ് ഇവിടുത്തെ തൂണുകളും മറ്റു കെട്ടിട ഭാഗങ്ങളുമെല്ലാം. ഗംഭീരമാണത്. മലഞ്ചെരുവിന്റെ കാഴ്ചയാകട്ടെ അതിമനോഹരം. പല നിറങ്ങളിലുള്ള ഇലച്ചാർത്തുമായി മരങ്ങൾ, അതിനിടയിൽ പൂത്തുനിൽക്കുന്ന ചെറിമരങ്ങൾ. രൂപഭംഗിയില്ലാത്ത കെട്ടിടങ്ങളൊന്നും പണിതു വെച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഈ സൗന്ദര്യത്തിന്റെ മാറ്റു കൂട്ടുന്നുണ്ട്. നമ്മുടെ ശബരിമലയുടെയൊക്കെ ഭംഗി നശിപ്പിച്ചത് അവിടെയുണ്ടായ മോഡേൺ കെട്ടിടങ്ങളാണ്. ജപ്പാന് കാശില്ലാത്തതുകൊണ്ടല്ല ഈ മരക്കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. അക്കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ശബരിമലയിലും ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഇവിടെ ഇങ്ങനെ ചില വഴിപാടുകളുണ്ട്. ഉരുക്കുകൊണ്ടുള്ള വലിയ ചെരുപ്പുകൾ, വലിയൊരു കുന്തം എന്നിവയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നിശ്ചിത തവണ എടുത്തുപൊക്കുന്നു. നമ്മുടെ ചില ക്ഷേത്രങ്ങളിലും ഇതിന് സമാനമായ വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ. ചിലർ സാമ്പ്രാണി കത്തിക്കുന്നു. മെയിൻ ഹാളിന് മുന്നിലാണ് ഇതെല്ലാം. സാമ്പ്രാണി കത്തിക്കൽ ബുദ്ധക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണല്ലോ. ഇവിടെ വലിയൊരു മണിയുണ്ട്, ബൗള് പോലുള്ള മണി. അത് മുഴക്കുന്നതും വഴിപാടാണ്. അതിനു മുന്നിൽ മുട്ടിൽ നിന്നിട്ട് ഒരു തടിയെടുത്ത് അതിൽ കൊട്ടും. അത് കൊട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയായി. അത് കഴിഞ്ഞു ചെല്ലുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്നാൽ താഴ്വാരത്തിന്റെ മനോഹരമായ കാഴ്ച ലഭിക്കുന്നു. ഈ ഭാഗം അറിയപ്പെടുന്നത് സ്റ്റേജ് ഓഫ് കിയോമിസു എന്നാണ്. ഈ ക്ഷേത്രമൊക്കെ ശരിക്കും ഒരു തട്ടിലാണ് നിൽക്കുന്നത്, വലിയൊരു പ്ലാറ്റ്ഫോമിന് മുകളിൽ.
കുത്തനെയുള്ള മലഞ്ചെരുവിൽ ഒരു 5-6 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോം തന്നെ ഒരു അത്ഭുത നിർമ്മിതിയാണ്. അങ്ങേയറ്റത്ത് കുറെ ചെറിയ ചെറിയ പഗോഡകളും ക്ഷേത്രങ്ങളും കാണാം. ഒക്കുനോയിൻ, അമിഡാഡോ, ജിസോഡോ, ഷക്കോഡോ എന്നൊക്കെ പേരുള്ള ക്ഷേത്രങ്ങളാണ് അതൊക്കെ. ഞാൻ അങ്ങോട്ട് നടന്നു. ചെറിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നതും മലഞ്ചെരുവിലെ കാഴ്ചകളുമെല്ലാമായി ജപ്പാന്റെ പോസ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആംബിയൻസിലേക്ക് ചെല്ലുകയാണ്. നേരെ മുന്നിൽ കാണുന്നതും ബുദ്ധവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറുഹാളുകളാണ്. പല രൂപത്തിലും നിറത്തിലുമുള്ള പഗോഡകൾ. പല കാലങ്ങളിൽ നിർമ്മിച്ചതുകൊണ്ടാണത്. മരം പ്രധാനപ്പെട്ട നിർമ്മാണ വസ്തുവാണ്. ചിലത് ചായമടിച്ചതാണ്. ഓറഞ്ച് കളർ. അതല്ലാതെ തടിയുടെ അതേ നിറമുള്ള കെട്ടിടങ്ങളുമുണ്ട്. അവയ്ക്ക് മുന്നിലൂടെ ഇങ്ങനെ നടക്കാം. നല്ല കാലാവസ്ഥയാണ്. ഞങ്ങൾ ഇവിടേക്ക് വരാൻ തെരഞ്ഞെടുത്ത സമയം അതിഗംഭീരമാണ്. സുന്ദരമായ വമ്പൻ ക്ഷേത്ര ക്യാമ്പസ്. 10,000-കണക്കിന് ടൂറിസ്റ്റുകളും ഭക്തരും വരുന്നുണ്ടെങ്കിലും മാലിന്യ ലേശമില്ല. അനാവശ്യമായ കെട്ടിടങ്ങളില്ല. ഈ കോംപ്ലക്സിൽ ബുദ്ധന്റെ ഒരു വലിയ വിഗ്രഹം കാണുന്നത് ഇവിടെയാണ്. ബുദ്ധന്റെ വലിയൊരു സ്വർണ്ണവർണ്ണ പ്രതിമ. അത് കഴിഞ്ഞുള്ള കെട്ടിടത്തിലും ബുദ്ധവിഗ്രഹങ്ങളും അനുബന്ധമായ ചില പ്രതിമകളുമൊക്കെയുണ്ട്. ഇവിടെ തിണ്ണയിൽ നിൽക്കുമ്പോൾ ഞാൻ കടന്നുവന്ന മെയിൻ ഹാൾ എന്ന ക്ഷേത്രവും അത് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുമൊക്കെ കാണാം. ഇവിടെയും ഒരു പ്ലാറ്റ്ഫോമുണ്ട്. സ്റ്റേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്റ്റേജ്. പ്രധാന കെട്ടിടവും ഇങ്ങനൊരു സ്റ്റേജിന്റെ മുകളിലാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് മനസ്സിലാകും. മേൽക്കൂര മേഞ്ഞിരിക്കുന്നത് മരച്ചീളുകൾ കൊണ്ടാണ്. മരം ചീന്തിയെടുത്ത് ഈർക്കിലി പോലെ നേർത്തതാക്കി അതുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് പണിതിരിക്കുന്നതും തടികൊണ്ട് തന്നെ. സ്റ്റേജ് ഓഫ് കിയോമിസു എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാം. ആ ക്ഷേത്രത്തിന്റെ തിണ്ണയിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. അത് നിൽക്കുന്നത് എത്ര ഉയരത്തിലാണെന്ന് നോക്കൂ. മരത്തടികൾ കൊണ്ടുള്ള ഒരു കൂറ്റൻ പ്ലാറ്റ്ഫോം. തിരികെ പോകുമ്പോൾ ഞാൻ അതിന്റെ അടിയിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. അങ്ങകലെ ക്യോട്ടോ നഗരം കാണാം. ഒരു മനോഹര കാഴ്ചയാണത്. അതിന് പശ്ചാത്തലമൊരുക്കിക്കൊണ്ടുള്ള മലനിരകൾ. ആ മലനിരയുടെ ചെരുവിലാണ് കിയോമിസു ദേര ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും മുന്നോട്ടു നടന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിച്ചെടികൾക്കിടയിൽ ആ ക്ഷേത്ര കോംപ്ലക്സ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇങ്ങനെ സുന്ദരമായ ട്രഡീഷണൽ നിർമ്മിതികൾ മാത്രമാണുള്ളതെങ്കിൽ ശബരിമല എത്ര സുന്ദരമായിരിക്കും. ദേവസ്വം ബോർഡിന്റെ ഓഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമെല്ലാം പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് അതിനുവേണ്ടി കേരളീയ ശൈലിയിൽ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളുടെയും തനതു ഭംഗി നശിപ്പിച്ച് ഒരു കൊമേഴ്ഷ്യൽ സ്ഥലമാക്കി അതിനെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. ജപ്പാൻകാർ ടെക്നോളജിയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും അവരുടെ ക്ഷേത്ര നഗരങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് കണ്ടറിയേണ്ടതാണ്. നടന്ന് ഞാൻ കൊയാ സൊനോട്ടോ എന്ന ഒരു പഗോഡയുടെ സമീപത്തേക്കെത്തി. ഇങ്ങനെ വനത്തിനകത്ത് പല പഗോഡകളുണ്ട്. പച്ചപ്പ് നിറഞ്ഞ വനത്തിനകത്ത് ഈ ഓറഞ്ച് നിറമുള്ള പഗോഡ കാണുമ്പോൾ ആ കളർ സ്കീമും ആംബിയൻസും എല്ലാം കൂടി നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നത് പോലെയാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന ഭാഗങ്ങൾ കാണാം. അങ്ങകലെ ആ ക്ഷേത്ര കോംപ്ലക്സ്. അത് പ്രകൃതിയോട് അങ്ങനെ ലയിച്ചു ചേരുകയാണ്. അല്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുകയല്ല. പ്രകൃതിക്ക് ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ കാണുകയല്ലാതെ പഠിക്കുകയും കൂടി വേണം. ദേവസ്വം ബോർഡിലെ അധികാരികൾ ഇതൊക്കെ കാണണം. നമ്മുടെ നാട്ടിലേതുപോലെ ഇവിടെയും ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പലയിടത്തും കാണാം. കിമോണ ധരിച്ച സ്ത്രീകളെയും ട്രഡീഷണൽ വസ്ത്രം ധരിച്ച ആണുങ്ങളെയുമൊക്കെ ഇവിടെയും കാണാം. ഇവിടുത്തെ ട്രഡീഷണൽ പുരുഷ വസ്ത്രമാണിത്. ഹാപ്പി എന്നാണ് ഓവർകോട്ടിന് പറയുക. താഴ്വാരത്തേക്ക് നടത്തം തുടർന്നു. അങ്ങോട്ട് നടക്കുമ്പോഴും കാണാം ട്രഡീഷണൽ വസ്ത്രം ധരിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയുമൊക്കെ. വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ചെറിയ കോഫി ഷോപ്പുകളുമൊക്കെ വഴിയോരങ്ങളിലുണ്ട്.
അതൊക്കെ പിന്നിട്ട് ചെല്ലുമ്പോൾ മുന്നിൽ മെയിൻ ഹാളിന്റെ പ്ലാറ്റ്ഫോം കാണാം. ഇവിടെ ഒരു നീരുറവയുണ്ട്. ഒട്ടോവ നോട്ടാക്കി ഫോൾസ് എന്നാണ് ഇതിനു പേര്. ഇത് പുണ്യതീർത്ഥമാണെന്നാണ് വിശ്വാസം. ഒരു പാത്തിയിൽ കൂടി വന്നു ചാടുന്ന ജലം ആളുകൾ തവി പോലുള്ള പാത്രം കൊണ്ട് ശേഖരിക്കുന്നു. എന്നിട്ടത് അല്പം കുടിക്കുകയും അതുകൊണ്ട് മുഖം കഴുകുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ ഭാരതീയ ആചാരങ്ങളുമായുള്ള സാദൃശ്യമാണ് ഞാൻ ഓർത്തത്. ഇതാണ് മുൻപേ ഞാൻ നടന്നു വന്ന പ്ലാറ്റ്ഫോം. അതിനു മുകളിൽ ആളുകൾ നിൽക്കുന്നത് കാണാം. അത് എത്ര വലിയ പ്ലാറ്റ്ഫോം ആണെന്ന് കാണുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരം കൊണ്ട് പണിതതാണിത്. ഓരോ മരവും അതേപടി കൊണ്ടുവന്ന് നാട്ടി നിർത്തിയിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും കിയോമിസുദേര ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ വനത്തിനുള്ളിലൂടെ നടത്തം തുടർന്നു.